ഇറ്റ്സ് സോ യമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സൂപ്പറായിരുന്നു കേട്ടോ ഈ ചിക്കൻ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ. അത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടുള്ളതാണ്. കുറച്ച് സമയം ഫ്രീസറിൽ കയറ്റി വെച്ച് അതൊന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി തക്കാളി ഇതൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, പിന്നെ പെരിഞ്ജീരകവും ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗരം മസാലയും പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാലയും ഇട്ട് അതിലേക്ക് പൊരിച്ച ചിക്കനും കൂടി തട്ടിക്കൊടുത്തിട്ടോ. അതൊന്ന് വേണേ ചെറിയൊരു സമയം എടുക്കുമ്പോഴേക്കും കുരുമുളക് 1 സ്പൂൺ കുരുമുളക് ഇട്ടോ. പിന്നെ കൊത്ത തേങ്ങയാണ് ഞാൻ ഇട്ടുന്നത്. അതൊന്ന് വഴറ്റിയെടുക്കലാണ്. കൊത്ത തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്യുക. അതിലേക്ക് പിന്നെയുള്ളത് ഉണക്കമുളകും കറിവേപ്പില ഇതൊക്കെ ഇട്ട് അതിൽ കുറച്ച് ജിഞ്ചർ കുറച്ച് മാത്രം അതും ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്രീമാണ് ഇട്ട് കൊടുത്തത്. പൊന്നു എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ? ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഈ കൊത്ത തേങ്ങയും ഇതൊക്കെ ഒന്ന് അതിലേക്ക് കൂട്ടിക്കൊടുത്ത് പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം 2 തരത്തിലുള്ള ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, റെഡും യെല്ലോ. അതും കൂടി ആഡ് ചെയ്തു. പിന്നെ കുറച്ച് മല്ലിയിലയും തൂക്കിക്കൊടുത്തു. അതിന് ശേഷം പിന്നെയും കുറച്ച് ഞാൻ ക്രീം ആഡ് ചെയ്തു കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ചിക്കൻ കറി ടേസ്റ്റ്